കോട്ടയം മെഡിക്കൽ കോളേജിൽ അതീവ അപകടാവസ്ഥയിലായ ഹോസ്റ്റൽ സന്ദർശിച്ച ശേഷം ചാണ്ടി ഉമ്മൻ MLA തീരുമാനിക്കട്ടെ. പക്ഷെ സർക്കാരിന്റെ ചെലവിൽ വേണം ഇവിടുത്തെ കുട്ടികളെ സംരക്ഷിക്കുവാൻ. ഇതിന്റെ പേരിൽ അവരെ തെരുവിൽ ഇറക്കുവാനും ഒന്നും സാധിക്കത്തില്ല. കാരണം ഇവരുടെ ഫ്യൂച്ചറിന്റെ കൂടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ വന്നപ്പോൾ, ഈ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്നോട് ആദ്യം പറഞ്ഞു ഈ മെഡിക്കൽ കോളേജോട് ഹോസ്റ്റലോട് ഇത് കണ്ടിട്ട് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരിക്കൽ കൂടി വരുവാനുള്ള സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ ചർച്ചകളിലൊക്കെ മാധ്യമങ്ങൾ ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ഇങ്ങോട്ട് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വന്നത്. നിങ്ങളും കണ്ടു പൊളിഞ്ഞിരിക്കുന്ന കെട്ടിടം. അല്ലാതെ ഇപ്പം പറഞ്ഞത് ഞാൻ ഒരു കുറ്റിയില്ലാത്ത ബാത്റൂം, അത് ആഡംബരമാണെന്നാണ് പറഞ്ഞത്. കുറ്റി ആഡംബരമാണെന്നാണ് പറയുന്നത്. എന്ത് പറയാൻ. അപ്പം ഇവിടുത്തെ സാധാരണക്കാരൻ ചികിത്സ തേടുന്ന മെഡിക്കൽ കോളേജിൻ്റെ സാഹചര്യം നമ്മൾ കണ്ടു. 12ാം വാർഡിൽ അവിടുത്തെ ബാത്റൂം ഇടിഞ്ഞു വീഴാനിരിക്കുന്നു. 18ാം വാർഡിൽ അതേ സാഹചര്യം. ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് അല്ലെ താമസിക്കുന്ന സ്ഥലത്ത് മുഴുവൻ സാധനങ്ങളും തകർന്നിരിക്കുന്ന മട്ടിൽ നിൽക്കുന്നു. ഇവരെ സർക്കാർ സംരക്ഷിച്ചില്ല പിന്നെ ആര് സംരക്ഷിക്കും? ഇവിടെ നാളെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ആര് മറുപടി പറയും? അതുകൊണ്ട് ഇവരെ സർക്കാർ ചെലവിൽ തന്നെ സംരക്ഷിക്കണം. ഇവിടെ എന്താണ് ഫർദർ വേണ്ടതെന്ന് സർക്കാർ ആലോചിക്കണം. ഇവരെ സംരക്ഷിക്കാതെ മുന്നോട്ട് പോകാനാവത്തില്ല. പിന്നെ ഇവിടെ നമ്മൾ ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പിന്നെ പറയരുത്. തീർച്ചയായിട്ടും അപകടാവസ്ഥയിൽ തന്നെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് സർക്കാർ എന്ത് വേണം, സർക്കാർ ഇതിന്റെ ഫിറ്റ്നസ് അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടതാണ്. സർക്കാർ സ്വന്തം ചെലവിൽ തന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കും. പലതവണ PWD പരാതി കൊടുത്തു, തദ്ദേശ വകുപ്പിന് പരാതി കൊടുത്തു, ആരോഗ്യവകുപ്പിന് പരാതി കൊടുത്തു. ഇങ്ങനെ പരാതികൾ പലതവണ അവർ കൊടുത്തിട്ടുള്ളതാണ്. അത് അവർ വന്നപ്പോൾ തന്നെ സൂചിപ്പിച്ചല്ലോ. ഈ റോഡിന്റെ കാര്യത്തിൽ റോഡ് 5 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? അതുപോലെ തന്നെ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഹോസ്റ്റലിന്റെ അവസ്ഥ കണ്ടില്ലേ? ഇത് ആരെങ്കിലും ഒരു അതോറിറ്റി ഒരു ഉത്തരം പറഞ്ഞേ. ഉത്തരവാദിത്തം നിന്ന് ഒളിച്ചോടരുത്. ഇവിടെ ഉത്തരവാദിത്തം നിന്ന് ഒളിച്ചോടുകയാണ്. അടി തൊട്ട് മേൽ വരെ ആ ബിൽഡിംഗ് 2 ബിൽഡിംഗാണ്. ആ ബിൽഡിങ് ഞങ്ങളിപ്പോൾ കണ്ടപ്പോൾ അടി തൊട്ട് മേൽ വരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം, അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം, വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം. എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും? ഒരു മെയിൻ്റനൻസിനപ്പുറം ഇവരെ മാറ്റി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റേണ്ടതല്ലേ ഈ ഒരു ഘട്ടത്തിൽ ആവശ്യം? പുതിയൊരു ബിൽഡിംഗ് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ ബിൽഡിംഗ് വരുന്നവരെ ഇവരെന്ത് ചെയ്യും? ഇവരെ സർക്കാർ ഇതിന്റെ പേര് പുറത്തുവിടാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് സംബന്ധിക്കുന്ന പ്രശ്നമില്ല. സർക്കാരിന്റെ ചെലവിൽ താമസിപ്പിക്കേണ്ടി വരും. ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്, ഈ നാടിന്റെ വിദ്യാർത്ഥികളാണ്, സാധാരണക്കാരന്റെ മക്കളാന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ സർക്കാരിന്റെ ചെലവിൽ താമസിപ്പിക്കേണ്ടി വരും. തുടങ്ങുന്നവരെ വിദ്യാർത്ഥികളെ ഇവിടെ താമസിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയല്ല. അതുവരെ പുതിയൊരു ബിൽഡിംഗ് പണിയുന്ന അത്രയും കാലം ഇവിടെ താമസിക്കുന്നത് സുരക്ഷിതമല്ല എന്നുള്ളതല്ലേ പറയുന്നത്? അതിലേക്ക് ഞാൻ ഇപ്പം അതിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പറയട്ടെ, അതിന്റെ ഫിറ്റ്നസ് ഇവാലുവേറ്റ് ചെയ്ത് സർക്കാർ പറയട്ടെ. സർക്കാർ പറഞ്ഞ് അതിന് വേറെ വ്യവസ്ഥിതി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അവരെ മാറ്റാൻ പാടുള്ളൂ. വ്യവസ്ഥിതി ഇല്ലാതെ വഴിയിൽ ഇറക്കി വിടാൻ പറ്റത്തില്ല. ഒരു കാര്യം, ഇപ്പൊ ഫിറ്റ്നസിന്റെ കാര്യം പറഞ്ഞു. ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് കെട്ടിടം പണിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് അറിയുന്നില്ല, ആർപ്പുകര പഞ്ചായത്ത് അറിയുന്നതേ ഇല്ല, അവരോട് ആരും പെർമിഷൻ ചോദിക്കാറുമില്ല. അപ്പൊ പിന്നെ പഞ്ചായത്തിനകത്ത് എത്രമാത്രം ഉത്തരവാദിത്തമില്ല. അതൊരു വലിയ ഗുരുതരമായ വീഴ്ചയല്ലേ? അത് സർക്കാർ ഇടപെട്ട് പരിഹരിക്കേണ്ട ഹോസ്റ്റലിലെ ഭിത്തികൾ വീണ്ടുകയാണ്. കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണിരിക്കുകയാണ്. സീലിംഗ് ഉൾപ്പെടെ പൊളിഞ്ഞിട്ടുണ്ട്. കമ്പികൾ ഉൾപ്പെടെ പുറത്ത് കാണാനാകുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് അവിടെ സന്ദർശനം നടത്തിയത് എന്നുള്ളതാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇതിനെപ്പറ്റി പരാതി പറയുന്നു. സർക്കാർ വളരെ വേഗത്തിൽ അവിടെ നിന്ന് വിദ്യാർത്ഥികളെ മാറ്റണം എന്നും ചാണ്ടി ഉമ്മൻ പറയുകയാണ്.